വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. സൺഡേ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്നറിയണ്ടേ? നല്ല മുരിഞ്ഞ സോഫ്റ്റായ രീതിയിലുള്ള ദോശയും അതേപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തിയും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയും കൂർക്കപ്പേരി, അതേപോലെ തന്നെ ശിലാവ് ഫ്രൈ ചെയ്യണം. പിന്നെ അയില കൊണ്ടാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി റെഡിയാക്കിയെടുക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ. എന്നാലാണ് ചാനലുമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. പിന്നെ ഇന്നൊരു വിരുന്നുകാർ വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആരാണെന്ന് അറിയണ്ടേ? എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. പിന്നെ ഒരുപാട് വർഷമായി ആ ഉമ്മയെ ഞാൻ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാണാനുള്ള ആഗ്രഹങ്ങളും അവരോട് വർത്തമാനം പറയാനും ചിരിച്ച് കളിച്ചിരിക്കാനും ഒരുപാട് ആഗ്രഹങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അങ്ങനെ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം തക്കാളി ചമ്മന്തിയിലേക്കുള്ള സബോളയും തക്കാളിയും നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് അടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ റെസിപ്പിയെക്കുറിച്ച് ഞാൻ പറയാത്ത കേട്ടോ. ദോശമാവ് കണ്ടില്ലേ? നല്ല പോലെ ഞങ്ങളുടെ പൊങ്ങി വന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ശനിയാഴ്ചത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആരും മിസ്സാക്കരുത്. നല്ല മുരിഞ്ഞ് സോഫ്റ്റായ രീതിയിലുള്ള അടിപൊളി ദോശ റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിരുന്നുകാരുടെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ രാവിലെ തന്നെ ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു, മോളുടെ സ്ഥലം എവിടെയാ? ഒന്ന് പറഞ്ഞു തരാമോ? ഇന്ന് മോളുടെ അടുത്തേക്ക് ഒന്ന് വരണം. കുറേ നാളുകളായി എൻ്റെ മോളിന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ടോ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു കേട്ടോ ആ ഫോൺ കോൾ വന്നപ്പോൾ. അങ്ങനെ നല്ല സോഫ്റ്റായ നല്ല മുരിഞ്ഞ ദോശ സെറ്റായിട്ടുണ്ട്. ഒപ്പം തക്കാളി ചമ്മന്തിയും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കിയ ശേഷം മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടോ. എന്നിട്ട് മക്കളോട് വേഗം തന്നെ ഫുഡ് കഴിച്ചോളേ, ഇന്ന് വിരുന്നുകാർ വരുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അടുക്കളയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് അവർക്കുള്ള നന്നാരി സർവത്താണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് നന്നാരി സർവത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പാകത്തിന് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നന്നായി അങ്ങോട്ട് മിക്സാക്കിയ ശേഷം പാകത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അടിപൊളി ഡ്രിങ്ക് സെറ്റായിട്ടുണ്ട്. വിരുന്നുകാർക്കുള്ള അടിപൊളി ഡ്രിങ്ക് സെറ്റായി. അങ്ങനെ നന്നാരി സർവത്ത് റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിരുന്നുകാർ വന്നു കേട്ടോ. അവരെ സ്വീകരിച്ചിരുത്തിട്ടോ. അതിന് ശേഷം നന്നാരി സർവത്ത് സെറ്റാക്കി. അതിന് ശേഷം കേക്കും കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ നന്നാരി സർവത്തും അതേപോലെ തന്നെ ഉഴുന്നുവട. ഇത്താക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉഴുന്നുവട അമ്മക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ ഇരിക്കുക, ഇപ്പം തന്നെ വരാട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. എങ്ങടാ പോണേന്ന് ചോദിച്ചു കേട്ടോ.
എന്തായാലും ഉമ്മ വന്നതല്ലേ, ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് പോവാമെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. ഉമ്മയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ, ഉമ്മക്കറിയില്ല എനിക്ക് ചാനലുള്ള കാര്യം. അങ്ങനെ മീൻകറി റെഡിയാക്കി എടുക്കാൻ അടുക്കളയ്ക്ക് വന്നു. അങ്ങനെ മീൻകറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ചത്തെ വ്ലോഗിൽ നമ്മുടെ ശിലാവ് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് അയിലയാണ് കിട്ടിയത്, അന്ന് ശിലാവാണ് കേട്ടോ കിട്ടിയത്. ശിലാവ് കുറച്ച് മുളക് പറ്റി ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അയിലയും ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് ഫ്രഷ് അയില അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവർക്കും രാവിലത്തെ ഫുഡ് എന്തായിരുന്നു? അതേപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് ചിക്കനാ മട്ടനാ മീനാ എന്തായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ മിളക് പറ്റിയതാ സെറ്റാക്കി വെച്ചതാ അയില, അതേപോലെ തന്നെ ശിലാവ്. അപ്പോൾ അടിപൊളിയായിരിക്കും അവരുടെ ഉച്ചക്കത്തെ ലഞ്ചിലെ ഫുഡ്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചിങ്ങായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിലാവ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നാളികേരവും പെരിഞ്ചീരകവും കൂടി മിക്സിയിലടിച്ച് തേങ്ങാപ്പാൽ സെറ്റാക്കിയത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തങ്ങായിട്ട് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി സെറ്റായി. അതിന് ശേഷം ഫുഡൊക്കെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചു. അതിന് ശേഷം ക്ലീനൊക്കെ ചെയ്തു കേട്ടോ. വൃത്തിയാക്കിയ ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.